എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm അതുപോലെ DHI DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീടുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് താല്പര്യമാണ്, അതായത് ആ ഒരു സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു കോഴ്സ് തന്നെയാണ് അഡ്മിഷൻ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ അതുപോലെ തന്നെ നിലനിർത്തണമെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്താം. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ പുതുതായിട്ടൊരു കോളേജ് വന്നിട്ടുണ്ട്, 3 കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വാർഷിക ഫീസ്. SC ST OEC ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും ഫീ ഡീറ്റെയിൽസ് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പുതുതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഡൗൺലോഡ്സിൽ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫയൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ് ദ ട്യൂഷൻ ഫീ ഫോർ ഓൾ കോഴ്സസ് ഇൻ ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ അക്കാദമിക് ഇയർ 2024 എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഓരോ കോഴ്സിനും ഫീസ് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ 16 കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. 16 കോഴ്സുകളിൽ കോഴ്സിൻ്റെ ഫീസ് ഡിഫറൻസ് വരുന്ന കോഴ്സുകൾ ഏതൊക്കെ ആണെന്ന് നോക്കാം. ബാക്കി കോഴ്സുകൾക്ക് സെയിം ഫീസ് തന്നെയാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വ്യത്യസ്തമായിട്ട് ആ ഒരു കോഴ്സ് ഫീസ് വരുന്നത് ഏകദേശം കുറച്ച് കോഴ്സുകൾക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി അതായത് DPharm കോഴ്സ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 6380 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ 5220 രൂപയാണ് ടോട്ടലായിട്ട് ഫീസ് വരുന്നത്. വേറെ ഫീസൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും DPharm കോഴ്സും ഒഴികെയുള്ള ഏതൊരു കോഴ്സും നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ 7240 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഫീസായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയും അതുപോലെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും ഒഴികെയുള്ള ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും 7240 രൂപയാണ് ഒരു വർഷത്തെ ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ ഒരു DPharm കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 40,000 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദന്തൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ 7240 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 40,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സുകളാണ് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ 27,500 രൂപയാണ് നിങ്ങൾക്ക് വാർഷിക ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആദ്യ വർഷം 10,000 രൂപ സ്പെഷ്യൽ ഫീസും അതുപോലെ സെക്കൻഡ് ഇയറിൽ 7,500 രൂപ സ്പെഷ്യൽ ഫീസും വരും. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് ഓരോ വർഷത്തെ ഫീസാണ് വരുന്നത്. അതായത് ഇത് ഒരു വർഷത്തെ ഫീസാണ്, അടുത്ത വർഷം ഇതേ ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ചെറിയൊരു പൈസ മാത്രമേ ഈ ഒരു ഫീസ് ഇനത്തിൽ വരികയുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ട് എന്ന് അതായത് നിൽ എന്നുള്ളതിന് പകരം യെസ് എന്നാണ്, അതായത് ഫീ കൺസെഷൻ യെസ് എന്നാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അതായത് ഈ ഒരു SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു 100 രൂപ മാത്രമാണ് ഈ ഒരു ടോക്കൺ ഫീ
പേയ്മെൻറ്റായിട്ട് ഇപ്പോൾ അടക്കുന്ന ആ ഒരു 100 രൂപ മാത്രമാണ് നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ SC ST OEC വിഭാഗത്തിൽ തന്നെ ഫീസ് ആനുകൂല്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഇവിടെ നൽകിയിട്ടുള്ള ട്യൂഷൻ ഫീ പേയ്മെൻറ്റ്, അത് സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണോ സെൽഫ് ഫിനാൻസിലാണോ കിട്ടിയത്, എവിടെയാണ് ഏത് കോഴ്സാണ് കിട്ടിയത് അതനുസരിച്ച് ഫീസ് വരുന്നതായിരിക്കും എന്നുള്ളത്, അതായത് ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്ന ഫീസ് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് DPharm കിട്ടിയതെങ്കിൽ 6350 രൂപയും, ഈ ഒരു DHI കോഴ്സാണ്, അതായത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണെങ്കിൽ 5220 രൂപയും, അതുപോലെ മറ്റേതെങ്കിലും കോഴ്സുകളാണെങ്കിൽ 7240 രൂപയുമാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ 10000 രൂപയാണ് ഫീസ് വരിക. നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ഈ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ 100 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഭാഗത്ത് നിങ്ങൾക്ക് ഫീ കൺസെഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഫീ കൺസെഷന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 100 രൂപ മാത്രം ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രമായിട്ട് അടച്ചാൽ മതി. വേറെ ഫീസ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരില്ല. വേറെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഫീസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. കോമൺ ആയിട്ട് വരുന്നത് നിങ്ങളുടെ PTA ഫണ്ട്, അതുപോലെ ബുക്ക്, യൂണിഫോം, അതുപോലെ ഹോസ്റ്റൽ ആവശ്യമുള്ളവർക്ക് ഹോസ്റ്റൽ ഫീസ് എന്നിവ മാത്രമാണ് നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഹോസ്റ്റൽ സൗജന്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.